നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രാധാന്യം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ 29 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ് നുരച്ചുരുണ്ടു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീരും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയും എങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവെ, ഇവനെ വിട്ടുപോയി ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടുപോയി മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ച പോലെ ആയിത്തീർന്നു. യേശു അവനെ കൈക്ക് പിടിച്ച് നിവൃത്തി അവൻ എഴുന്നേറ്റു. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായ അവനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാതിരുന്നത് എന്തെന്ന് ചോദിച്ചു. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. ശിഷ്യന്മാരുടെ അടുക്കൽ ഭൂതം ബാധിച്ച ഒരു മകനെ ഒരാൾ കൊണ്ടുവന്നു. ശിഷ്യന്മാർ തങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞില്ല. അവര് ഭൂതത്തെ പുറത്താക്കുവാൻ യേശു എന്തൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ അതൊക്കെ ചെയ്തു. അവൻ്റെ തലയ്ക്ക് പിടിച്ച് കാണും, ശാസിച്ച് കാണും, അല്ലെങ്കിൽ അവൻ്റെ കാതിലും ഒക്കെ തുപ്പിക്കാണും. അങ്ങനെ പലതും യേശു പലർക്കും, പ്രത്യേകിച്ച് കുരുടന്മാർക്കും ഒക്കെ കാഴ്ച നൽകാൻ ചെയ്തതൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്, അതൊക്കെ ചെയ്ത് കാണും. പക്ഷേ എന്ത് ചെയ്തിട്ടും ഭൂതം വിട്ട് പോകുന്നില്ല. കർത്താവ് വന്ന് ആ മനുഷ്യനോട് പറയുന്നത്, വിശ്വസിക്കുന്നവന് സകലവും സാധിക്കും. അപ്പോൾ ആ ബാലൻ്റെ അപ്പൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അപ്പോൾ തീർച്ചയായിട്ടും, അതായത് ഈ കാലത്ത്, അന്ത്യകാലത്ത്, 1-ാം നൂറ്റാണ്ട് പോലുള്ള കാലത്ത്, അതായത് വിശ്വാസികൾക്ക്, ദൈവമക്കൾക്ക്, പ്രവർത്തകർക്ക് വിശ്വാസം വേണം, ഒപ്പം ഗുണഭോക്താക്കൾക്കും വിശ്വാസം വേണം. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. ഈ വരമാണ് സൗഖ്യത്തിന് ആധാരമെങ്കിൽ, എല്ലാ കാലത്തും രോഗശാന്തി വരമുണ്ടെങ്കിൽ അത് രോഗിക്ക് വിശ്വാസമൊന്നും വേണ്ട. ലഘുവൻ ബാധിച്ച മനുഷ്യൻ്റെ വിശ്വാസം കണ്ടിട്ടല്ല യേശു അവന് സൗഖ്യം നൽകിയത്. അതുപോലെ മരിച്ച ബാലനെ ഉയർപ്പിച്ചത് അവൻ്റെ വിശ്വാസം കണ്ടിട്ടല്ല, അവൻ്റെ അമ്മയുടെ വിശ്വാസം പോലും കണ്ടിട്ടല്ല. അതൊക്കെ യേശു താൻ ദൈവമായതുകൊണ്ട്, തൻ്റെ മനസ്സലിവ് കൊണ്ട് അത് ചെയ്തതാണ്. എന്നാൽ തൻ്റെ ശിഷ്യന്മാരെ, ലോകാവസാനം വരെയുള്ള ശിഷ്യന്മാരുടെ കാര്യത്തിൽ അവർക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. 1 വിശ്വാസം, 2 പ്രാർത്ഥന. അതായത് യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ, പ്രാദേശിക സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ എന്നാണ്. രോഗിയായി ഇരിക്കുന്ന ഒരാൾ, അതൊരു പക്ഷേ പാപനിമിത്തമുള്ള രോഗമായിരിക്കാം. ഇവിടെ അതാണ് പറയുന്നത്. അതവന് അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്ന സ്ഥിതിക്ക് അവൻ സഭയിലെ ചുമതലപ്പെട്ട ആളുകളെ, ലീഡേഴ്സിനെ, മൂപ്പന്മാരെ അറിയിക്കണം. അവർ വന്ന് വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കണം. അവനും വിശ്വാസം വേണം, വന്നവർക്കും വിശ്വാസം വേണം. എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്നെഴുതിയിട്ടുണ്ട്. എണ്ണ പൂശുക എന്നുള്ളത് ഒരു യഹൂദ സംസ്കാരമാണ്. എന്നാൽ അതായത് ഒരാളെ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എണ്ണ പൂശിയാണ്. ഒരു വീട്ടിലൊരു അതിഥിയെ തൈലം പൂശിയാണ് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ പാപനിമിത്തം ഇവനെ സഭയിൽ നിന്ന്
ശിക്ഷ നടപടിക്ക് വിധേയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബാലശിക്ഷ അവനുണ്ടായി, അതിലവൻ വിഷമിക്കുകയാണ്. അപ്പോൾ അവൻ അത് ദൈവത്തിൻ്റെ കൈയാണെന്ന് മനസ്സിലാക്കി സഭയിലെ ചുമതലപ്പെട്ടവരെ അറിയിക്കുമ്പോൾ അവർ വന്ന് വിശ്വാസത്തോടെ അവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമുണ്ടാകുകയാണ്. അതിനാൽ അവനെ സഭയിലേക്ക് എണ്ണ പൂശി സ്വാഗതം ചെയ്യുകയാണ്. ഇതാണ് ആ വാക്യത്തിന് പണ്ഡിതന്മാർ നൽകുന്ന പ്രധാനപ്പെട്ട വ്യാഖ്യാനം. അപ്പോൾ ഈ കൃപായുഗത്തിൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ രോഗശാന്തി വരവൊക്കെ ഉണ്ടായിരുന്നു. പൗലോസും പത്രോസും ഒക്കെ കൈവച്ചപ്പോൾ രോഗികൾക്ക് സൗഖ്യം ഉണ്ടായി. അവർ രണ്ടുപേരും മരിച്ചവരെ ഉയർപ്പിച്ചവരാണ്. പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെ യോഗ്യത എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവൃത്തികളും ചെയ്യാനുള്ള വരം കൂടെയാണ്. ഒപ്പം അവർ യേശുവിനെ കണ്ടിരിക്കുകയും വേണം. അപ്പോൾ ആദ്യ നൂറ്റാണ്ടിൽ വരങ്ങളുണ്ടായിരുന്നു. അടയാളങ്ങളാലും അത്ഭുതങ്ങളാലുമാണ് ഈ സുവിശേഷത്തെ ദൈവം വിശ്വസനീയമാണെന്ന് ഉറപ്പിച്ചത്. അതിനുവേണ്ടി അത് ആവശ്യമായിരുന്നു. എന്നാൽ പിന്നീടുള്ള കാലം സാധാരണ കാലമാണ്. ലോകത്തിലെ എല്ലാ കാലവും അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും കാലമൊന്നുമല്ല. പൂർവ്വപിതാക്കന്മാരുടെ കാലം അത്ഭുതങ്ങളുടെ കാലമല്ല, സാധാരണ കാലമാണ്. അവർ കൃഷിയൊക്കെ ചെയ്ത് ആടിനെയൊക്കെ തീറ്റി സാധാരണ ജീവിതം നയിച്ചവരാണ്. എന്നാൽ മോശയുടെ കാലത്ത് മിസ്രയീമിൽ അത്ഭുതങ്ങളുണ്ടായിരുന്നു. എന്നാൽ യോശുവയുടെ കാലത്തിന് ശേഷം സാധാരണ കാലമാണ്. അവർ കൃഷിയൊക്കെ ചെയ്ത് അവർ ജീവിക്കണം. ഏലിയാവിൻ്റെ എലീശയുടെയും കാലം ഇസ്രായേലിനെ മടക്കി വരുത്തുന്നതിന് വേണ്ടി ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ദീർഘമായ കാലം സാധാരണ കാലമാണ്. പിന്നീട് യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെയും കാലം അത്ഭുതങ്ങളുടെ കാലമായിരുന്നു. അതിനുശേഷം സാധാരണ കാലമാണ്. ഇപ്പം യോഹന്നാൻ ശാപനെ കുറിച്ച് വായിക്കുന്നുണ്ട്. യോഹന്നാൻ അടയാളമൊന്നും ചെയ്തില്ല, അതുകൊണ്ട് യോഹന്നാന് കൃപാവരമില്ല, കഴിവില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ എല്ലാ കാലവും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീരപ്രവൃത്തികളാലും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അതിനാവശ്യമുള്ളപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാത്ത കാലങ്ങളിൽ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയുമാണ് വേണ്ടത്. അതാണ് ഇവിടെ യേശു പഠിപ്പിക്കുന്നത്. ആദ്യം യേശു അവിശ്വാസത്തെ ശാസിച്ചു. പിന്നീട് അവർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആളുകളിൽ നിന്ന് ഭൂതം പുറത്തു പോകാൻ, പിശാചിൻ്റെ സ്വാധീനം പുറത്തുപോയി അവർ ദൈവമക്കളായി തീരാൻ നമുക്ക് പ്രവർത്തകർക്ക് വേണ്ടത് വിശ്വാസവും പ്രാർത്ഥനയുമാണ്. ഇതാണ് അതിൻ്റെ ആത്മീകാർത്ഥം. ഇവിടെ ആ പിശാച് ചെയ്തത് അവനെ ഊമനും ചെകിടനുമാക്കി മാറ്റുകയായിരുന്നു. ചെകിടൻ എന്ന് പറഞ്ഞാൽ അതായത് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, അതായത് സുവിശേഷം കേൾപ്പിക്കാതിരിക്കുക. അതാണ് അതിൻ്റെ ആത്മീകാർത്ഥം. ഊമനെന്ന് പറഞ്ഞാൽ കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കാനും അല്ലെങ്കിൽ സുവിശേഷം മറ്റുള്ളവരോട് പറയാനും സാധിക്കാതെ വണ്ണം അവനെ ഊമനാക്കുക. അതാണ് ഊമനും ചെകിടനുമായ ആത്മാവ്. നമ്മളെ പ്രയോജനപ്പെടുത്താതിരിക്കുക, ഇതാണ് നമ്മളെ നശിപ്പിക്കുക. അതായത് തീയിലും വെള്ളത്തിലും പലപ്പോഴും തള്ളിയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും ഒടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. എങ്ങനെയെങ്കിലും നമ്മളെ നശിപ്പിക്കണം, അതാണ് സാത്താൻ്റെ. പ്രയോജനപ്പെടുത്താതിരിക്കണം, അതാണ് സാത്താൻ്റെ എക്കാലത്തെയും ലക്ഷ്യം. എന്നാൽ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ജീവിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും ആത്മാക്കളെ ഇങ്ങനെ തീയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന്, പിശാചിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ മാത്രമല്ല അവരെ പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും അതിന് കുടുംബാംഗങ്ങളുടെ വിശ്വാസം ആവശ്യമാണ്. കാരാഗർ പ്രമാണിയോട് പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരു കുടുംബം രക്ഷിക്കപ്പെടാൻ ഒരാൾ വിശ്വസിച്ചാൽ മതിയെന്നല്ല അതിൻ്റെ അർത്ഥം. ഒരാൾ ആണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്നാണല്ലോ യേശു പറഞ്ഞത്. അപ്പോൾ ഒരാൾ ഒരു വീട്ടിലേക്ക് യേശുവിന് വാതിൽ തുറന്നു കൊടുത്താൽ മറ്റുള്ളവർക്കും സുവിശേഷം കേൾക്കാനിടയാകും. മാർത്ത ബഥാന്യയിൽ യേശുവിനെ കൈക്കൊണ്ടു. മറിയയും ലാസറും സുവിശേഷം കേൾക്കാൻ അങ്ങനെ കുടുംബമായി അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. കാരാഗർ പ്രമാണി വാതിൽ തുറന്നു കൊടുത്തു. അദ്ദേഹവും ഭാര്യയും മക്കളും ഒക്കെ വിശ്വാസികളാകാൻ ഇടയായി. ലുദിയ കർത്താവിനായിട്ട് ഹൃദയം തുറന്നു കൊടുത്തു. അവളും കുടുംബവും കർത്താവിൻ്റെ വകയായി തീരുവാൻ ഇടയായി. അപ്പോൾ ഒരാൾ യേശുവിനായിട്ട് വാതിൽ തുറന്നു കൊടുത്താൽ ഒരു സമാധാന പുരുഷൻ അവിടെ ഉണ്ടെങ്കിൽ എന്നാണ് യേശു പറഞ്ഞത്. ഒരാൾ വാതിൽ തുറന്നു കൊടുത്താൽ ആ കുടുംബത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഇപ്പോൾ ആ പിതാവ്
യേശുവിനെ വിശ്വസിച്ചതിനാൽ, ആശ്രയിച്ചതിനാൽ തൻ്റെ മകന് സൗഖ്യമുണ്ടായ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.